ഹലോ, നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഒരു വാട്ടർ ഫൗണ്ടെയിനാണ്. ഞങ്ങളത് ഉണ്ടാക്കിയെടുത്തത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ്, ഒട്ടും ചിലവില്ലാത്ത രീതിയിൽ. നമുക്കിപ്പോൾ സിമൻറ്റിൻ്റെ ക്യാഷ് മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ. ചിലവ് കുറഞ്ഞ രീതിയിൽ ഇങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമ്മളെ വീട്ടിൽ വേസ്റ്റായി കളയുന്ന കുറേ പ്ലാസ്റ്റിക് ഐറ്റംസ് ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് ആണ് ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ട് നമുക്ക് 4 PVC പൈപ്പുകൾ വേണം. അത് 4 ഇഞ്ചിൻ്റെ, 2 ഇഞ്ചിൻ്റെ, അതേപോലെ തന്നെ 1.5 ഇഞ്ച്, പിന്നെ 3/4 ഇഞ്ച്. റൗണ്ടിനായിട്ട് ഞങ്ങളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പെയിൻറ്റിൻ്റെ ബക്കറ്റ് മൂടിയില്ലേ, അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ നമ്മളെ വീട്ടിലുണ്ടായിരുന്നതാണ്. റൗണ്ട് ഞങ്ങളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 9 ഇഞ്ചും അതുപോലെ തന്നെ 6 ഇഞ്ചും പിന്നെ 4 ഇഞ്ചുമാണ്. അതിനുശേഷം നമ്മൾ വെട്ടിയ റൗണ്ടില്ലേ, അതിൻ്റെ അളവിൽ തന്നെ ഒരു തുണി കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുക്കുക. എടുത്ത റൗണ്ടിന് നമ്മൾ നടുക്ക് ഈ പൈപ്പിൻ്റെ അളവിൽ ഒരു ഹോൾ ഉണ്ടാക്കണം, എന്നാലാണ് അത് മുകളിലൂടെ അതിൽ ഇറക്കി വയ്ക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം ഇതുപോലെ ഒരു പൈപ്പിൻ്റെ ഉള്ളിൽ മറ്റൊരു പൈപ്പ് ഇറക്കി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ സിമൻറ്റ് നിറച്ച് കൊടുക്കുകയാണ് ചെയ്തത്. സിമൻറ്റും മണലും കൂടി മിക്സ് ചെയ്തത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് വെള്ളം കടത്തിവിടാനായിട്ട് ഒരു ചെറിയ പൈപ്പ്, നമ്മൾ നനയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ പൈപ്പ് അളവിനനുസരിച്ച് അത് ഉള്ളിൽ ഇട്ട് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ ഒരു പൈപ്പ് സിമൻറ്റും മണലും ചേർത്ത മിശ്രിതം നമ്മൾ നിറച്ച് കൊടുത്തു. അതിനുശേഷം അടുത്ത പൈപ്പ് കണക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലും നമ്മൾ സിമൻറ്റ് നിറച്ച് കൊടുക്കുക, എന്നാലാണ് നല്ല ഉറപ്പ് കിട്ടുള്ളൂ അതിന്. ഇപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഈ വേസ്റ്റ് മെറ്റീരിയൽസ് ഇല്ലയെന്ന് തന്നെ ഉണ്ടെങ്കിലും ഇത് അത്രയ്ക്ക് ചിലവ് വരാത്ത ഒരു ഫൗണ്ടെയിനാണ്. എല്ലാവരുടെ വീട്ടിലും എളുപ്പത്തിൽ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ഐറ്റമാണ്. ഇങ്ങനെയൊക്കെ നമ്മളെ ഗാർഡനിൽ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ നമ്മളെ ഗാർഡനിൽ കുറച്ചുകൂടി ഭംഗി കൂട്ടേ ഉള്ളൂ. ഇതൊക്കെ ഇത് പാർക്കുകളിൽ മാത്രമല്ല, നമ്മുടെ വീട്ടിലും ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു നല്ല സിമ്പിളായിട്ടുള്ള വാട്ടർ ഫൗണ്ടെയിനാണ്. ഇപ്പോഴത്തെ ജനറേഷൻ തന്നെ എല്ലാവരും ബിസിയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് സമയം നമ്മുടെ ഫാമിലിയിലൊത്ത് ഇതുപോലെ നല്ല നല്ല ഐറ്റംസ് ഉണ്ടാക്കി നമ്മുടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് നല്ല ബ്യൂട്ടിഫുള്ളാക്കിയ എത്ര സന്തോഷമായിരിക്കും. ആ സന്തോഷം എല്ലാവരും കണ്ടെത്തുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച റൗണ്ട് അതിൽ കണക്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ റൗണ്ട് വെച്ച് കൊടുക്കണതിന് കുറച്ച് കട്ടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സിമൻറ്റ് മുക്കി ആ തുണി അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് താന്നും അതുപോലെ വളഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ കുറച്ച് സിമൻറ്റ് അതിൻ്റെ മുകളിൽ നല്ല കട്ടിക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം തുണി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇതുപോലെ സിമൻറ്റ് മാത്രം കലക്കി വെച്ച മിശ്രിതത്തിൽ നമുക്ക് ഈ തുണി നല്ലോണം മുക്കിയെടുക്കാം. അതിന് ശേഷം അതിൽ ഇട്ട് കൊടുക്കണം. കുറച്ച് കട്ടിയിൽ തന്നെ ഇട്ട് കൊടുത്തോട്ടോ, എന്നാലും നല്ല ഭംഗിയിൽ നിൽക്കുള്ളൂ. നമ്മുടെ ഒരു മൊബൈൽ ഫോൺ യുഗത്തിൽ നിന്ന് മാറി ഇതുപോലുള്ള കൊച്ചു കൊച്ചു വർക്കുകൾ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ഫ്രീ ആവും, റീഫ്രഷ് ആവും ചെയ്യും. ഇപ്പോൾ നമുക്ക് ഈ റൗണ്ട് ഷേപ്പിനായിട്ട് ഒന്നും അവൈലബിൾ അല്ലാത്തവർക്ക് തെർമോക്കോൾ ഇല്ലേ, അതുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള തെർമോക്കോൾ, ചെറിയ തെർമോക്കോളല്ല, നല്ല കട്ടിയിൽ ഒരു 1.5 ഇഞ്ചൊക്കെ നല്ല കട്ടിയിൽ വരുന്ന തെർമോക്കോൾ ഉണ്ടെങ്കിൽ അത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് നമുക്ക് വെക്കാവുന്നതാണ്. കണ്ടോ, ഇതുപോലെ നമ്മൾ എല്ലാ തുണിയും സിമൻറ്റിൽ മുക്കി ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി ഫൈനലായിട്ട് എന്തെങ്കിലും ടച്ച് ചെയ്യാനുണ്ടെങ്കിൽ അത് സിമൻറ്റ് കൊണ്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുക. കുറച്ച് കട്ടി തോന്നാനായിട്ട് കുറച്ച് സിമൻറ്റ് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. കണ്ടോ, ഇതുപോലെ നല്ല ഡ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് അടിച്ചു കൊടുക്കുക. ഞങ്ങളുടെ ഗ്രേ കളറാണ് അടിച്ചു കൊടുത്തത്. പിന്നെ അതുപോലെ തന്നെ കുപ്പി കട്ട് ചെയ്തിന് മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പ്ലാസ്റ്റിക് കുപ്പികൾ ഉണ്ടാവില്ലേ, അത് കട്ട് ചെയ്തുകൊണ്ട് മുകളിലായിട്ട് നല്ല ഭംഗിയിൽ വെച്ച് കൊടുക്കുക. അതിനും ഗ്രേ കളർ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നമ്മൾ ചിലവ് പറഞ്ഞ രീതിയിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ വീട്ടിലും ഒരു വാട്ടർ ഫൗണ്ടെയിൻ തയ്യാറാക്കി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഇതുപോലെ നല്ല ഭംഗിയിലാക്കി നമ്മളെ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ താങ്ക് യു.